മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബീച്ചിൽ പ്രതാപനെ കാത്തിരുന്നത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ മാർക്കോയും ലോപ്പസും തന്നെയാണ്. മാർക്കോയെ കണ്ടതും നമ്മുടെ പ്രതാപന് പന്തികേട് മനസ്സിലാകുന്നുണ്ട്. ക്ഷേത്രത്തിൽ കണ്ണൻ്റെ പിന്നാലെ പോയി ആളുകളുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിക്കൂട്ടിയതും അതുപോലെ കണ്ണൻ്റെ പിന്നാലെ ഒരു നിഴലായിട്ട് നടക്കുന്ന കാര്യമൊക്കെ മനസ്സിലാക്കി. ഇനി കണ്ണനോ അല്ലെങ്കിൽ സാഗറോ അനന്തു എന്തെങ്കിലും മാർക്കോയോട് പറഞ്ഞു കൊടുത്തത് പ്രകാരമായിരിക്കും തന്നെ കാണാൻ വന്നതെന്ന് ഉറപ്പിക്കുന്നു. മാത്രമല്ല, കണ്ണൻ്റെ അച്ഛനെ കൊന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം ബോധത്തോടെ മാർക്കോയെ കാണുന്നത് ഇപ്പോഴാണ്. ബോധമില്ലാതെ പ്രതാപൻ തന്നെയാണ് മാർക്കോയുടെ ആ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയം നല്ല പേടിച്ച് പ്രതാപൻ മാർക്കോയോട് പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യല്ലേ മാർക്കോ, എനിക്കൊരു അബദ്ധം പറ്റിയതാ, നിന്നെ ഒന്നും ചെയ്യരുത്, തടവി വിടണമെന്നോ, അതായത് കണ്ണ സാറിൻ്റെ അച്ഛനെ കൊന്ന ഇയാളെ ഞങ്ങൾ വെറുതെ വിടണമെന്നോ. അന്ന് ഇയാളെൻ്റെ കൂടെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ സമയത്ത് ഇയാൾക്ക് മാനസികമായിട്ട് ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടത്. ഇന്ന് എൻ്റെ കൈയിൻ്റെ ചൂടെന്താണെന്ന് താൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്തിനാടോ താൻ എപ്പോഴും കണ്ണ സാറിൻ്റെ പിന്നാലെ നടക്കുന്നത്? എന്തറിയാൻ വേണ്ടിയിട്ടാ? അയ്യോ മാർക്കോ, ഞാനൊന്നും അറിയാൻ വേണ്ടിയിട്ട് നടന്നതല്ല, ഞാൻ അറിയാതെ അബദ്ധത്തിൽ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് വന്നു പോയതാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തുടങ്ങി മാർക്കോ തല്ലുകൊണ്ട് അവശനാകുന്നുണ്ട് പ്രതാപൻ. തലങ്ങും വിലങ്ങും മാർക്കോയും ലോപ്പസും ഒക്കെ ചേർന്ന് പ്രതാപനെ തല്ലി പഞ്ചറാക്കി അവിടെ മൂലയിലാക്കിയിട്ട് പോകുന്നു. അപ്പം കണ്ണൻ നടക്കാൻ തുടങ്ങിയോ എന്നറിയാൻ പോയ പ്രതാപന് ഇപ്പം കിടക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതേസമയം മഹാലക്ഷ്മി ആണെങ്കിൽ വന്ന് കരുണയോട് പല പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. നീ ആദ്യം ഈ വീട് മൊത്തം ക്ലീൻ ചെയ്യണം, ശേഷം ഗ്യാസ്, സ്റ്റൗ, പിന്നെ നിലം എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കണം, പൊടിയൊന്നും കാണാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും കരുണയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നോട് ഓർഡർ ചെയ്യാൻ ഇവൾ ആരാണ്? ഞാൻ ഓർഡർ ചെയ്യുന്നത് അനുസരിച്ച് എൻ്റെ ദാസിയായിട്ട് നിന്നവൾ ഇപ്പം എന്നെ ആജ്ഞാപിക്കുന്നു എന്നൊക്കെ മനസ്സിൽ തോന്നുന്നേ ഉള്ളൂ. തുറന്നു പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. ഇതൊക്കെ നമ്മുടെ ദുർഗയാണെങ്കിൽ മാറി എന്ന് കാണുന്നുണ്ട്. ദുർഗയ്ക്ക് തന്നെ അതിശയം, ഇതെന്തുകൊണ്ട് തിരിച്ച് യാതൊരു മറുപടിയും പറയാതെ എല്ലാം കേൾക്കുന്നു. അതുമാത്രമല്ല, ദുർഗയാണെങ്കിൽ ഇതെല്ലാം ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നു ഫോൺ വഴി. അങ്ങനെ കരുണയാണെങ്കിൽ നിലമൊക്കെ വൃത്തിയായിട്ട് തുടയ്ക്കുന്നു. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് മഹാലക്ഷ്മിയെ പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലാം എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ അബദ്ധത്തിൽ നമ്മുടെ ദുർഗയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് കരുണ പ്ലാൻ ചെയ്യുവാണ്. ഓരോ ജോലികൾ ഇങ്ങനെ നിരന്തരം കൊടുത്ത് വിഷമിപ്പിക്കുന്നതിൻ്റെ പേര് സഹി കെട്ടിട്ടാണ് കരുണ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. കരുണയെ സംബന്ധിച്ച് ഒരു പാത്രം പോലും കഴുകി വെച്ച് ശീലമുള്ളവളല്ല. മാത്രമല്ല, കുട്ടിക്കാലം മുതലേ കരുണയെ മഹാലക്ഷ്മിയുടെ സങ്കടവും മഹാലക്ഷ്മിയെ വിഷമിപ്പിച്ചും നടക്കുന്നു എന്നല്ലാതെ തിരിച്ച് തൻ്റെ നേർക്ക് വന്നപ്പോഴാണ് ആ ഒരു പ്രയാസം വ്യക്തമായിട്ടും കരുണയ്ക്ക് മനസ്സിലാകാൻ തുടങ്ങിയിരിക്കുന്നത്. അതേസമയം തൻ്റെ അച്ഛന് തീരെ വയ്യ, അപകടപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണെന്നും മുത്തശ്ശിയാണെങ്കിൽ വിളിച്ച് കരുണയെ അറിയിക്കുന്നുണ്ട്. എന്താ എൻ്റെ അച്ഛന് പറ്റിയത്? അതാ മാർക്കോയും ലോപ്പസും ചേർന്ന് തല്ലിയതാ മോളെ, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ്, അവന് തീരെ വയ്യ, കൈയും കാലും എല്ലാം ഒടിഞ്ഞു കിടക്കുവാണെന്നാണ് പറഞ്ഞത്. മോള് വരുമോ കാണാൻ? ഉണ്ണിമോനെ കൂട്ടി വരാൻ പറയുമ്പോഴത്തേക്കും ഉണ്ണിയേട്ടനെയൊന്നും കൂട്ടി വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം. ഉണ്ണിയേട്ടനെ കൂട്ടി വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ മാർക്കോ തല്ലി ചതച്ചെന്ന് ചോദിക്കില്ലേ? അപ്പോൾ എന്ത് പറയും? അത് ശരിയാ മോളെ, എന്തായാലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ നോക്ക് എന്നും പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ കോള് കട്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് കരുണ ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ ദുർഗ കാര്യം തിരക്കുമ്പോൾ അച്ഛന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നു. അപ്പോഴത്തേക്ക് എന്താ കാര്യമെന്ന് നോക്കിയപ്പോൾ വ്യക്തമായിട്ട് പറയുന്നില്ല. ആ കണ്ണേട്ടൻ്റെ പിന്നാലെ നടന്നതിന് ഇനി ആ മാർക്കോയും ലോപ്പസും ഒക്കെ എൻ്റെ അച്ഛനെ മനഃപൂർവ്വം തല്ലി ചതച്ചതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ടെന്ന് ഒരു ഹിൻ്റായിട്ട് പറഞ്ഞു പോകുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് ദുർഗയാണെങ്കിൽ ഈ കാര്യം ഉണ്ണിയെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. അതേസമയം പ്രതാപന് കിട്ടിയ തിരിച്ചടി നമ്മുടെ മാർക്കോയും ലോപ്പസും മഹാലക്ഷ്മിയോടും കണ്ണസാറിനോടും പറയുന്നു. കണ്ണസാറിൻ്റെ അച്ഛനെ കൊന്നു വലിയ വീരവാദത്തിൽ വിളിച്ചു പറഞ്ഞു നടന്ന ആ പ്രതാപന് നല്ലൊരു തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ഇനി ഉടനെ ഒന്നും സാറ് നടക്കുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി സാറിൻ്റെ പിന്നാലെ നടക്കാനുള്ള കണ്ടീഷനിലല്ല. ഏകദേശം ഒരു 2-3 മാസം എടുക്കും ആ കട്ടിലിൽ നിന്ന്, കിടന്ന കിടപ്പിൽ നിന്ന് അയാളൊന്ന് എണീറ്റ് നടക്കാൻ. അത് കേട്ടപ്പോഴത്തേക്ക് കണ്ണനും സന്തോഷമാകുന്നു. അയാൾക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു ഞാൻ നടക്കാൻ തുടങ്ങിയെന്ന്. എൻ്റെ അച്ഛനെ കൊന്നവന് ആ ശിക്ഷ മാത്രം കിട്ടിയാൽ പോരാ, അയാളെ ഇഞ്ചിഞ്ചായി ഞാൻ അനുഭവിപ്പിക്കും. അതിൻ്റെ ആദ്യപടിയാണ് അയാളുടെ മകൾക്ക് കൊടുക്കുന്ന ശിക്ഷ. അതിലൂടെ അവൾക്ക് മാത്രമല്ല അയാളുടെ മനസ്സ് നീറുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒന്നൊന്നായി അയാളും അയാളുടെ മകളും ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറയുമ്പം
സാറ് വിഷമിക്കേണ്ട, എന്ത് സഹായത്തിനും ഞങ്ങൾ രണ്ടാളും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് പിന്നെ എനിക്കറിയില്ലെന്നും പറഞ്ഞ് നമ്മുടെ കണ്ണനാണെങ്കിൽ സന്തോഷത്തോടെ അവരെ ചേർത്ത് പിടിക്കുന്നു.